നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും പല റീലുകളും കാണാറുണ്ട് നായ്ക്കളെക്കുറിച്ച്. നായ്ക്കളെ സ്നേഹിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പരിചരിക്കുന്നതും എല്ലാം നല്ലതൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു പരിധിവരെ പലർക്കും നായകളെ കൊണ്ട് ഉപദ്രവങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് ചിലപ്പോൾ വീട്ടിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വരെ ആക്രമിക്കുന്ന, കൂട്ടമായി ആക്രമിക്കുന്ന, അതിക്രൂരമായി കടിച്ചു കീറുന്ന നായ്ക്കളുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് കണ്ട് ഞെട്ടലോടെ ഇരിക്കുമ്പോൾ ഒരുപറ്റം സാമൂഹിക സേവനക്കാർ അതൊക്കെ നായകളുടെ ശീലമാണ്, എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് ന്യായീകരിച്ചു വരാറുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എവിടെ നോക്കിയാലും നായ്ക്കളാണ്. ശരിക്കും പറഞ്ഞാൽ അക്രമകാരികളായ നായ്ക്കളാണ്. എന്തുകൊണ്ടാണ് നായ്ക്കളുടെ എണ്ണത്തിൽ ഇത്രയധികം വർധനവുണ്ടായത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. ഒരിടക്കാലത്ത് വരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടുന്ന ഒരു ഏരിയ കേന്ദ്രമാക്കി താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്ന നായ്ക്കളൊക്കെ ഇപ്പോൾ കൂട്ടം കൂടി റോഡുകളിലൂടെയും ഇടവഴികളിലൂടെയും മെയിൻ റോഡുകളിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിറയെ നായ്ക്കളാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന ഗേറ്റ് തുറന്നിടാൻ ശരിക്കും ഇന്നത്തെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം നായ്ക്കൾ എപ്പോഴാണ് വീട്ടിലേക്ക് കയറി വരിക എന്നറിയില്ല. ഈ സാഹചര്യത്തിൽ വീട്ടിലേക്ക് കയറി വന്ന ഒരു നായയെ കമ്പെടുത്ത് ഓടിക്കുന്ന ഒരു വീട്ടമ്മയുടെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ്. ആ നായ, ഒരു വലിയ വീടാണ്, വലിയ ഗേറ്റൊക്കെ ഉണ്ട്, ആ ഗേറ്റൊക്കെ തുറന്നിട്ട് തൂത്തുകൊണ്ടിരിക്കുകയാണ്. മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായ പതുക്കെ വീട്ടിലേക്ക് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ വീട്ടമ്മ കമ്പ് കയ്യിലിടുന്ന ചൂല് തന്നെ എടുത്ത് നായ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ നായ ആ ചൂലിലേക്ക് ചാടി പിടിക്കുന്നത് കാണാം. പിന്നീട് നായ വീട്ടമ്മയെ ഓടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഈ നായകളൊക്കെ, എങ്ങനെയാണ് നമ്മൾ ഇവരിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക എന്നാണ് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. ഉറപ്പായും നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കുട്ടികളെ വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാതെ എല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോഴാണ് നായ്ക്കൾ വരുന്നത്, കുഞ്ഞാണെന്നോ വലുതാണെന്നോ എന്ന്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഓടുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയന്ന് അവർ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ഈ നായ്ക്കൾ ഇവരെ കടിച്ചു കീറാൻ വരെ സാധ്യതയുണ്ട്. ഇന്ന് ഇത്രയും നായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാവരും അതിസുരക്ഷ പാലിക്കണം.